ഹലോ, എല്ലാവർക്കും ദിശയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, നോട്ടിഫിക്കേഷൻ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഫേസ് 12 വരുന്നില്ല, നോട്ടിഫിക്കേഷൻ വിളിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായി. പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി SSC കാത്തിരുന്നതാണ്. അപ്പോൾ പുതിയ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഫേസ് 12ൻ്റെ എല്ലാ പ്രോസസ്സും നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പുതിയ വെബ്സൈറ്റിൽ SSCയുടെ പുതിയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യുക. അതിനുശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫേസ് 12 രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഫേസ് 12 വേണ്ടി നമ്മൾ കാത്തിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 4000 വേക്കൻസി ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി. ജോലി കിട്ടാനുള്ള ഒരു സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇത്തവണ എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്ന് പ്രതീക്ഷയോടാണ് ഇരുന്നത്. ആ പ്രതീക്ഷയൊക്കെ ഏതാണ്ട് അസ്ഥാനത്തായി എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ വർഷത്തതിൻ്റെ പകുതി വേക്കൻസിയാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ എന്താണ് വേക്കൻസി, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കണം. അതിനുശേഷം നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും കൂടെ നോക്കാം. ആദ്യം എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളുടെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. ആ ഡേറ്റുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ഡേറ്റ് പറയുന്നത്? ഡേറ്റ്സ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 26-ാം തീയതി. അതായത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. എന്നാ ക്ലോസ് ചെയ്യുന്നത്? ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 18/3/2024 അതായത് 18-ാം തീയതി, അടുത്ത മാസം 18-ാം തീയതി വരെ, മാർച്ച് 18-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്. ഫീസും ആ ഒരു സമയത്ത് തന്നെയാണ് അടയ്ക്കേണ്ടത്. 19-ാം തീയതി പറയുന്നുണ്ടെങ്കിലും ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ടെങ്കിലും നിങ്ങൾ 18-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഫീസ് അടയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ കറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഉണ്ട്. അത് 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ്. പിന്നെ ഉള്ളത് എക്സാമിൻ്റെ ഡേറ്റ് ആണ്. എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ടെൻറ്റേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെ, മെയ് 6 മുതൽ 8 വരെയാണ് ഡേറ്റ് പറഞ്ഞത്. നമ്മളെ കലണ്ടറിലും മെയ് 5 മുതൽ 7 വരെ എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ടെൻറ്റേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വളരെ അടുത്തായി പോകുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എക്സാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടെൻറ്റേറ്റീവ്ലി ആണെന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റ്സ് നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? വേക്കൻസിയാണ്. വേക്കൻസി ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ പകുതി വേക്കൻസി മാത്രം, 2049 വേക്കൻസി മാത്രമാണ് ആകെ ഉള്ളത്. ആകെ നമുക്കുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 489 ആണ്. 489 വെറൈറ്റി പോസ്റ്റുകളുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2049 വേക്കൻസികൾ മാത്രമാണുള്ളത്. അതിൽ ഓരോ പോസ്റ്റിനും 2-3 വേക്കൻസി ഒക്കെ വെച്ചാണ് കൂടുതലുള്ളത്. ചില പോസ്റ്റുകൾക്ക് മാത്രം 10-ൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ട്. എന്ന് പറഞ്ഞാലും ആകെ 2049 വേക്കൻസിയാണ് ആകെ ഉള്ളത്. അതിൽ നമ്മളെന്ത് നോക്കാനുണ്ട്? ഇത്രയും വേക്കൻസി ഉള്ള ഇത്രയും പോസ്റ്റുകളുടെ യോഗ്യത എന്താണ് എന്നുള്ളത് നോക്കണം. എങ്ങനെയാണ് പരീക്ഷ എന്നുള്ളത് നോക്കണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. ഇവിടെയാണ് സെലക്ഷൻ പോസ്റ്റിന് വലിയ പ്രാധാന്യമുള്ളത്. അതായത് നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ ലെവൽ പരീക്ഷയുണ്ട്, സീനിയർ സെക്കൻഡറി അതായത് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയുണ്ട്, അതുപോലെ ഗ്രാജുവേഷൻ ലെവൽ പരീക്ഷയുണ്ട്. എങ്ങനെയാണ് ഈ 3 എക്സാംസും നടത്തുന്നത്? ഇത് നിങ്ങൾ ഗ്രാജുവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു 489 പോസ്റ്റ് ഉണ്ടെന്ന്. ഈ ഓരോ പോസ്റ്റും ഓരോ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറേ യോഗ്യതയുള്ള പോസ്റ്റുകളുണ്ട്. ചില പോസ്റ്റിന് ഗ്രാജുവേഷൻ യോഗ്യത ഉണ്ടാവും. അപ്പോൾ ഗ്രാജുവേഷൻ യോഗ്യതയുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അതിൽ താഴെയുള്ള ഏത് പോസ്റ്റ് ആണെങ്കിലും ആർക്കും അപ്ലൈ ചെയ്യാം. അതായത് മെട്രിക്കുലേഷനുള്ള ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സുകാരന് അപ്ലൈ ചെയ്യാം, +2 ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാജുവേഷനുള്ള ആൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പക്ഷേ ഓരോ പോസ്റ്റായിട്ട് എടുത്തെടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ 100 പോസ്റ്റ് അപ്ലൈ ചെയ്യാം. 400-ൽ 489 നിങ്ങൾക്ക് വേണമെങ്കിൽ 100 പോസ്റ്റ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ യോഗ്യത ഉണ്ടെങ്കിൽ. അതിൽ 10-ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 10-ാം ക്ലാസ്സിൻ്റെ ഫേസ് 12 പരീക്ഷ എഴുതണം. നിങ്ങൾക്ക് +2 യോഗ്യതയുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ +2 യോഗ്യതയുള്ള പരീക്ഷ നടക്കും. ആ പരീക്ഷയും നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങളൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതണം. ഈ 3 പരീക്ഷകൾ ഒരുമിച്ചാണ് നടക്കുക. ഒരു പരീക്ഷയല്ല, 3 പരീക്ഷകളും ഈ പറയുന്ന മെയ് 6 മുതൽ 8 വരെയുള്ള ഡേറ്റുകൾ അടുപ്പിച്ചാണ് നടക്കുക. ഓക്കെ, കഴിഞ്ഞ വർഷവും ആ രീതിയിൽ തന്നെയാണ് നടന്നത്. 3 ദിവസം കൊണ്ട് നമ്മൾ മെട്രിക്കുലേഷൻ ലെവൽ 2-3 ഷിഫ്റ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ 2-3 ലെവലുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഷിഫ്റ്റ് ആയിട്ടൊക്കെയാണ് എക്സാംസ് നടക്കുന്നത്. റെഡി? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പോസ്റ്റിനും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ ഫീസ് ഞാൻ കൊടുക്കണം. രണ്ടാമത്തെ പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫീസ് ഞാൻ കൊടുക്കണം. ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അധികം വിദ്യാർത്ഥികളൊന്നും പൊതുവെ സെലക്ഷൻ പോസ്റ്റ് കൊടുക്കാറില്ല. കൊടുത്താലും അതിൻ്റെ പിന്നാലെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല അവസരം തന്നെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, ഇതിനൊരു ലിസ്റ്റ് ഉണ്ടാവും. നമുക്ക് സാധാരണ SSC പരീക്ഷകൾ പോലെയല്ല, ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നിലുള്ള ആളുകൾക്ക് മറ്റ് ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ജോലിൻ്റെ ലിസ്റ്റ് എടുക്കുക. ഈ ലിസ്റ്റ് എവിടെ കിട്ടും? ഈ ലിസ്റ്റ് ദിശേൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുക. ലിസ്റ്റിൽ ഇതിലുള്ള ഓരോ പോസ്റ്റുകളുണ്ടാവും. അതിൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റ് ഏതാണ് എന്ന് വായിച്ചു നോക്കുക.
ആ പോസ്റ്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് ഓരോന്നും ഓരോ റീജിയണിലായിരിക്കും. നിങ്ങളുടെ റീജിയൻ, നിങ്ങൾക്ക് പോകേണ്ട റീജിയൻസ് ഏതാണോ അവിടുത്തെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലികളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ നമ്പേഴ്സ് NR എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ നോർത്തേൺ റീജിയൻ ആണ് NR 11123 എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സ് ഉണ്ടാവും. ഈ നമ്പേഴ്സ് കോഡ്സ് ആണ്, അത് ഓർത്ത് വെക്കുക, എഴുതി വെക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ, നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അടുത്തായിട്ട് പറയാനുള്ളത് ക്രൂഷ്യൽ ഡേറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മളെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ യോഗ്യതയും ഏത് ദിവസമാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ക്രൂഷ്യൽ ഡേറ്റ് പറയുന്നത്. 2 ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ട്. പൊതുവെ ഒന്നാണ് വരാറുള്ളത്. ഇത്തവണ 2 ക്രൂഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഏജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/1/2024 എന്നുള്ള ഡേറ്റ് നോക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസ യോഗ്യത വേറെ വേറെ ആയിട്ടുള്ള പോസ്റ്റുകളാണുള്ളത്. അവിടെ തന്നെ ഏജ് ലിമിറ്റും വേറെ ആയിട്ടാണുള്ളത്. ചിലതിന് 18 മുതൽ 27 വരെ ഉള്ളതുണ്ട്. ചില പോസ്റ്റുകൾ ഒരു 21 മുതൽ 30 വരെ ഉള്ളതുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പോസ്റ്റുകളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ അപ്പർ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ അത് 1/1/2024 പൂർത്തിയാവാൻ പാടില്ല. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. 27 വയസ്സ് ഏജ് ലിമിറ്റുള്ള ഒരു പോസ്റ്റ് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിൽ 27 വയസ്സ് ആയിട്ടുണ്ടാവാൻ പാടില്ല. 27ാമത്തെ ബർത്ത്ഡേ നിങ്ങൾ ഈ ഡേറ്റിന് ശേഷമായിരിക്കണം ആഘോഷിച്ചിട്ടുണ്ടാവുന്നത്. ഇതാണ് ക്ലിയർ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂഷ്യൽ ഡേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച്. ഇനി വേറൊരു ക്രൂഷ്യൽ ഡേറ്റ് ഉണ്ട്, 18/3/2024. ഈ ക്രൂഷ്യൽ ഡേറ്റ് പറയുന്നത് ഒന്നാമത്തത് എക്സ്പീരിയൻസ്. ചില പോസ്റ്റുകൾക്ക് എക്സ്പീരിയൻസ് വേണം, 2 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് 18/3/2024 മുമ്പായിട്ട് നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഒരു പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഡിഗ്രി എഴുതുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഡേറ്റിന് മുന്നേ പാസ്സായിട്ടുണ്ടാവണം. ഈ ഡേറ്റിന് മുന്നേ അവർക്ക് ഡിഗ്രി യോഗ്യത കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം എന്നല്ല, നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് യോഗ്യത ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ക്രൂഷ്യൽ ഡേറ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസും വരുന്നതിന് 18/3/2023 ആണെങ്കിൽ ഏജിനുള്ള ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2024 നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഏജ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഓരോ പോസ്റ്റിനും, ഞാൻ ഇടാൻ പോകുന്ന ലിസ്റ്റിൽ ഓരോ പോസ്റ്റിനും അതാത് ഏജ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഡേറ്റിൽ ആ ഏജ് ആയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഫീസിനെ കുറിച്ചാണ്. ഫീസ് നമ്മളെ സാധാരണ SSC എക്സാംസ് നടക്കുന്ന പോലെയുള്ള ഒരു ഫീസേ അല്ല നമുക്ക് സെലക്ഷൻ പോസ്റ്റിനുള്ളത്. ഞാൻ പറഞ്ഞു പോസ്റ്റ് വൈസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓരോ പോസ്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം, 100 രൂപ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനുണ്ട്. ഓരോ പോസ്റ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ 100 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ 30 പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 3000 രൂപ കൊടുക്കണം. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനുമാണ്. ബാക്കി എല്ലാ ആളുകൾക്കും എന്തുണ്ട്, 100 രൂപ. ഓരോ പോസ്റ്റിനും 100 രൂപയുണ്ട്. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് പോസ്റ്റുകൾ, ഞാൻ നേരത്തെ 489 പോസ്റ്റ് പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള മുഴുവൻ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് SSC ഒക്കെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു തൽക്കാല ആശ്വാസത്തിലേക്ക് അവർ എയിം ചെയ്യുന്ന ഒരു ജോലി കിട്ടുന്നത് വരേക്കും ഈ ഒരു ജോലിയിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പോസ്റ്റാണ് SSC ഫേസ് 12 എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു നോക്കുക, നമ്മളുടെ നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കുക. നോട്ടിഫിക്കേഷൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകളൊക്കെ എടുക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഗ്രാജുവേഷൻ ലെവൽ പരീക്ഷ, ഏതെങ്കിലും ഒരു പരീക്ഷ ഗ്രാജുവേഷൻ ലെവലിൽ ഒരു ടയറായിട്ട് നടക്കുന്നില്ല. നിങ്ങൾ റെയിൽവേ പരീക്ഷ എടുത്താൽ പോലും അവിടെ എന്തുണ്ട്, 2 ടയറായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇതിവിടെ ഫസ്റ്റ് ഒരു ടയർ മാത്രമേ എക്സാം നടക്കുള്ളൂ, സെക്കൻഡ് ടയർ എക്സാം ഇല്ല. ഒരു പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ഒരു ജോലിയിലേക്ക് കയറാം. SSC മറ്റൊരു സ്ഥലത്തും അങ്ങനെ നടത്തുന്നില്ല, സെലക്ഷൻ പോസ്റ്റിൽ തന്നെയാണ് നടക്കുന്നത്. വളരെ ഈസിയാണ് ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രോസസ്സിൻ്റെ പിന്നാലെ പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കുക. സിലബസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക് ഇല്ല. ബാക്കി അങ്ങോട്ട്, അതായത് +2 ഡിഗ്രി വരുന്ന സമയത്ത് ട്രിഗ്നോമെട്രി ഒക്കെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന ആളുകൾ ആ ഒരു ഏരിയയും കൂടെ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏരിയ തിരിച്ച്, റീജിയൻ തിരിച്ച് പോസ്റ്റ് വരും, അതായത് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, നമ്മൾ വേക്കൻസി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പോസ്റ്റുകൾ ഏതാണ് എന്നുള്ളതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഒരു വീഡിയോയും കൂടെ എത്തിക്കും. ഓക്കെ, അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിക്കുക. അതിനു മുമ്പ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാതിരിക്കുക. ഏതെങ്കിലും 2
പോസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ട് പോവാതിരിക്കുക. ഒരുപാട് വേക്കൻസി കാണുമ്പോഴേക്കും അവിടെ അപ്ലൈ ചെയ്യാതിരിക്കുക. ചില ആളുകൾ അപ്ലൈ ചെയ്യാത്ത പോസ്റ്റ് ഉണ്ടാവും, ആരും അപ്ലൈ ചെയ്യാതെ വെക്കുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന പോസ്റ്റുകളുണ്ടാവും. ആ പോസ്റ്റുകൾ കണ്ടുപിടിച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ്റെ കാര്യം ഞാൻ ഒരു തവണ പറഞ്ഞതാണ്. ഫോം കറക്ഷൻ്റെ ഡേറ്റ് 22/3/2024 മുതൽ 24 വരെയാണ്. കറക്ഷന് വേണ്ടി നിൽക്കണ്ട, ശ്രദ്ധിക്കണം. പുതിയ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ പുതിയതായിട്ട് പരീക്ഷയിൽ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഉള്ള സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുക. കാരണം അത് സെൽഫി എടുക്കുന്ന സമയത്ത് ബ്ലറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫസ്റ്റ് ടൈം തന്നെ അപ്ലൈ ചെയ്യുക. ഒരിക്കലും കറക്ഷന് വേണ്ടി പോകാണ്ടിരിക്കുക. കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, റെഡി. അപ്പോൾ അത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ഫോളോ ചെയ്യുക, നമ്മളെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, ദിശ അക്കാദമിനെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങളെ സുഹൃത്തുക്കൾക്കോ അനുജന്മാർക്കോ അനിയത്തിമാർക്കോ ഒക്കെ ഈ ഒരു പോസ്റ്റ് യോഗ്യത ഉണ്ടെങ്കിൽ, ഇതിനകത്തുള്ള പോസ്റ്റുകൾ യോഗ്യത ഉണ്ടെങ്കിൽ അവരോടും കൂടെ പറയുക ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ 2049 വേക്കൻസിയിൽ 2049 പേരും മലയാളികളായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. നന്നായിട്ട് പഠിക്കുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക.